ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ബിടിഎസിന്റെ ലീഡറും റാപ്പർ മോൺസ്റ്റർ എന്ന ഇരട്ടപ്പേരുള്ള ആർഎമ്മിന്റെ ലൈഫ് സ്റ്റോറിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് അലക്സ എൽബി വ്ളോഗ്സ്. നിങ്ങളുടെ കഥ എന്നോട് പറയുവിൻ. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരാണെന്നോ, നിങ്ങൾ എവിടെ നിന്നാണെന്നോ, നിങ്ങളുടെ ചർമ്മത്തിൻ്റെ നിറം എന്താണെന്നോ, നിങ്ങളുടെ ജെൻഡർ എന്താണെന്നോ ഒന്നും എനിക്ക് ബാധകമല്ല. സ്പീക്ക് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കൂ. 2018 സെപ്റ്റംബർ 24 യുണൈറ്റഡ് ഏഷ്യൻസിൽ ആർഎം പ്രസംഗിച്ച ഈ പ്രശസ്തമായ വരികൾ ഓർക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. സെപ്റ്റംബർ 12, 1994 സൗത്ത് കൊറിയയിലെ ഇൻസാങ്കു എന്ന് പറഞ്ഞ പ്രദേശത്താണ് ആർഎം ജനിച്ചത്. തനിക്കുള്ള 2 സിബിലിൻസ് മൂത്ത ആളാണ് ആർഎം. കുട്ടിക്കാലത്ത് യൂണിഫോമിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആർഎം. അതുകൊണ്ട് വലുതാവുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആകണമെന്നായിരുന്നു ആർഎമ്മിൻ്റെ ആഗ്രഹം. ചെറുപ്പകാലത്ത് അമ്മയുടെ കൂടെ ഇരുന്ന് ഫ്രണ്ട്സ് എന്ന ഇംഗ്ലീഷ് സീരീസ് കണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. കൂടുതൽ ഇംഗ്ലീഷ് പ്രാക്ടീസിന് വേണ്ടി ന്യൂസിലൻഡിലേക്ക് പോയി. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ധാരാളം പോയമുകൾ എഴുതി ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ആർഎം. ഏകദേശം 1 വർഷക്കാലത്തോളം താൻ ചെയ്ത വർക്കുകളെല്ലാം ഒരു ഓൺലൈൻ പോയട്രി വെബ്സൈറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തന്നെ ധാരാളം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ആർഎമ്മിൻ്റെ പാട്ടുകൾ. 11ാം വയസ്സ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൽ ആർഎം ഇൻട്രസ്റ്റഡ് ആയി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹെപ്പിക് ഐയുടെ ഫ്ലൈ എന്ന പാട്ട് കേട്ടതിന് ശേഷമാണ് ഹിപ്പ് ഹോപ്പിൽ ഇൻട്രസ്റ്റഡ് ആയത്. ആ പാട്ടിൽ താൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ തീരുമാനിച്ചു ആർഎം. ആർഎമ്മിൻ്റെ ക്ലാസ് ടീച്ചർ അമേരിക്കൻ റാപ്പറായ എമിനമിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയപ്പോൾ പാട്ടിനനുയോജ്യമായി വരികൾ എഴുതുന്നതിനും അത് പ്രിൻ്റ് ചെയ്യുന്നതിനും താല്പര്യമുള്ളതാക്കി തീർത്തു. ആർഎം തൻ്റെ പാട്ടുകൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ആർഎം ഫസ്റ്റ് ഇയർ മിഡിൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഒരു പ്രാദേശികമായ റാപ്പർ കമ്മ്യൂണിറ്റി ചേരുകയും റാപ്പർ തുടങ്ങുകയും ചെയ്തു. അഡോപ്റ്റ് ഓഡിഷൻ എന്ന പ്രോഗ്രാം ഉപയോഗിച്ച് ആദ്യത്തെ സെൽഫ് കമ്പോസ്ഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ ഫസ്റ്റ് കൺസേർട്ടിന് 2008 പങ്കെടുത്തു. പതിയെ അണ്ടർഗ്രൗണ്ട് റാപ്പറിൽ കൊറിയൻ ഹിപ്പ് ഹോപ്പിൽ ആക്റ്റീവായി ആർഎം. യൂണിവേഴ്സിറ്റി എൻട്ര എക്സാമിൽ ഏറ്റവും കൂടുതൽ റാങ്ക് വാങ്ങിയ സൗത്ത് കൊറിയയിലെ 1% കുട്ടികളിൽ ഒരാളായിരുന്നു ആർഎം. അദ്ദേഹത്തിൻ്റെ IQ ലെവൽ 148 പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് ആർഎമ്മിൻ്റെ പാട്ടിനോടുള്ള ആഗ്രഹത്തിന് മാതാപിതാക്കൾ വലിയ രീതിയിൽ എതിർപ്പുണ്ടാക്കി. പക്ഷേ ആർഎം അമ്മയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: റാപ്പറിൽ 1ാം റാങ്ക് നിൽക്കുന്ന ഒരു മകനെ ആണോ, സ്റ്റുഡൻസിൽ 5000 റാങ്ക് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെയാണോ അമ്മയ്ക്ക് ആഗ്രഹമെന്ന്. ഐഡൽ ട്രെയിനി ആകുന്ന സമയത്താണ് ആർഎം റാപ്പ് മോൺസ്റ്റർ എന്ന പേര് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഒരു മോൺസ്റ്ററിനെ പോലെ ഡാൻസ് ചെയ്യുക എന്നതായിരുന്നില്ല. സാൻ ഇയുടെ റാപ്പർ ജീനിയസ് എന്ന പാട്ടിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ട് ആർഎം എഴുതിയ വരികളിൽ നിന്ന് തിരഞ്ഞെടുത്ത പേരാണ്. ആ സോങ്ങിൻ്റെ വരികളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നോൺ സ്റ്റോപ്പായിട്ട് റാപ്പ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ റാപ്പ് മോൺസ്റ്റർ എന്ന് വിളിക്കണമെന്ന്. ആ വരികളിൽ നിന്ന് ആർഎം ഇൻസ്പയർ ആയിട്ടാണ് റാപ്പ് മോൺസ്റ്റർ എന്ന സ്റ്റേജ് നെയിമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. താൻ അത്രയ്ക്ക് കഴിവുള്ള ഒരാളായിട്ടല്ല ആ പേര് തിരഞ്ഞെടുത്തത് എന്നും റാപ്പ് മോൺസ്റ്റർ എന്ന പേരിനോട് ഒരു ഫസ്റ്റ് ലവ് ഹീറ്റ് റിലേഷൻഷിപ്പ് ആണ് എന്നും ആർഎം തിരുത്തി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നവംബർ 2012 റാപ്പ് മോൺസ്റ്റർ എന്ന പേര് ചുരുക്കി ആർഎം എന്നാക്കി. ആർഎം എന്ന പേരിൽ ഒരുപാട് അർത്ഥമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥം റിയൽ മീ എന്നാണ്, യഥാർത്ഥമായ ഞാൻ എന്നാണെന്ന് ആർഎം പറഞ്ഞിട്ടുണ്ട്. 2009 ബിഗ് ഡീൽ റെക്കോർഡിംഗ് ഓഡീഷനിൽ പങ്കെടുത്ത് എങ്കിലും വരികൾ എല്ലാം മറന്നു പോയതുകൊണ്ട് സെക്കൻഡ് റൗണ്ടിൽ തന്നെ ആർഎം പുറത്തായി. എന്നിരുന്നാലും റാപ്പറായ സ്ലീപ്പി എന്ന വ്യക്തിയുമായിട്ട് ആർഎമ്മിന് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ബിഗ്ഗസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് കമ്പനിയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള പി ഡോഗിന് ആർഎമ്മിനെ കുറിച്ച് മെൻഷൻ ചെയ്തു കൊടുത്തു. 2010 സ്ലീപ്പി ആർഎമ്മിനെ വിളിച്ച് ബിഗ്ഗസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് കമ്പനി നടത്തുന്ന ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു. പാരൻസിൻ്റെ അനുവാദമില്ലാതെ ആർഎം ബിഗ്ഗസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് CEO നടത്തുന്ന സ്പോട്ട് ഓഡീഷനിൽ പങ്കെടുത്തു. അന്നത്തെ ആർഎമ്മിൻ്റെ റാപ്പിംഗ് കണ്ട് ഇംപ്രസീവായ CEOയും പ്രൊഡ്യൂസറും കൂടി കുറച്ച് യങ്ങേഴ്സിനെയും കൂട്ടി ഒരു ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഗ്രൂപ്പാണ് പിന്നീട് BTS ആയി മാറിയത്. ആർഎമ്മിൻ്റെ 16ാം വയസ്സിന് ശേഷം ബിഗ്ഗസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ജോയിൻ ചെയ്തു. തൻ്റെ ഐഡലായ ജീവിതത്തിൽ ഗ്ലോബൽ സൈബർ യൂണിവേഴ്സിറ്റി ആർഎം ജോയിൻ ചെയ്തു. പിന്നീട് റാപ്പറായിട്ടുള്ള ഷുഗ ജെഹോപ്പിൻ്റെ കൂടെ 3 വർഷത്തോളം അവിടെ ആർഎം പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷമാണ് ഇവർ 3 പേരും BTSലെ മെയിൻ റാപ്പേഴ്സ് ആയത്. ഇത് കൂടാതെ ഗ്ലാം എന്ന് പറയുന്ന ഗേൾസ് ഗ്രൂപ്പിൻ്റെ സോങ് റൈറ്ററും കൂടെയായിരുന്നു ആർഎം. ഗ്ലാം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ഡിബറ്റിംഗ് സോങ് ആയിട്ടുള്ള പാർട്ടി XXOൻ്റെ
കോപ്പ് കമ്പോസറും കോപ്പ് റൈറ്ററുമായിരുന്നു ആർ.എം. ആ പാട്ട് പിന്നീട് കെ-പോപ്പ് ഗേൾസിന്റെ പുരോഗതി ചിന്താഗതി വളർത്തുന്ന പാട്ടാക്കി സെലക്ടാക്കുകയുമുണ്ടായി. 2013 ജൂലൈ 12 ആർ.എം. ബിടിഎസുമായി ചേർന്ന് അവരുടെ ഫസ്റ്റ് ഡെബ്യൂട്ട് സോങ് ആയ ടു സ്കൂൾ ഫോർ സ്കൂൾ എന്ന ആൽബത്തിലെ നോ മോർ ഡ്രീംസ് എന്ന സോങ് റിലീസാക്കി. ബിടിഎസിലെ സോങ് റൈറ്ററും റാപ്പറും കമ്പോസറുമാണ് ആർ.എം. ബിടിഎസിന് വേണ്ടി 100-ലധികം സോങ്ങുകളാണ് ആർ.എം. കമ്പോസ് ചെയ്തിട്ടുള്ളത്. കാവായ് എന്ന സൗത്ത് കൊറിയയിലെ പോപ്പുലറായ കോഫി ബ്രാൻഡ് അംബാസഡറാണ് ആർ.എം. 2015 ആർ.എം. തൻ്റെ സോളോ മിക്സ്റ്റെപ്പ് ആയിട്ടുള്ള ആർ.എം. റിലീസ് ചെയ്തു. 2017 വെയിലുമായി കൊളാബറേറ്റ് ചെയ്ത് ചേഞ്ച് എന്ന സോളോയും റിലീസ് ചെയ്തു. കൂടാതെ ഗീക്കോമായി കൊളാബറേറ്റ് ചെയ്ത് ഗാജാവും റിലീസ് ചെയ്തു. ഈ പറഞ്ഞ രണ്ടും സോഷ്യൽ ഇഷ്യൂസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. ആർ.എം. ബിടിഎസിൽ ആദ്യം ജോയിൻ ചെയ്ത ടൈമിൽ കുറച്ച് ആളുകൾ ആർ.എമ്മിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. ആർ.എം. ബിടിഎസിന് അനുയോജ്യമായ ഒരാളല്ല എന്നും ആ ബാൻഡ് വിട്ട് പുറത്തു പോകണമെന്നാണ് അവർ പറഞ്ഞത്. ആർ.എമ്മിന് ആദ്യം ഇതൊക്കെ വളരെ വിഷമങ്ങളുണ്ടാക്കി. പിന്നീട് ആ ബാൻഡ് വിട്ട് തന്നെ പുറത്തു പോകാൻ വരെ തീരുമാനിച്ചു. പിന്നെ വിചാരിച്ചു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതെല്ലാം മാറുമെന്ന് വിശ്വസിച്ച് ബിടിഎസിൽ തന്നെ തുടർന്നു. ആ തീരുമാനം ആർ.എമ്മിൻ്റെ ഒട്ടും തെറ്റിയില്ല. മില്യൺ കണക്കിന് ഫാൻസ് ആണിപ്പോൾ ലോകം മുഴുവനും ആർ.എമ്മിനുള്ളത്. ഇനി ബിടിഎസിലെ അടുത്ത മെമ്പറുടെ സ്റ്റോറിയുമായിട്ട് പിന്നെ കാണാം.